Okay, hi all, good morning. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഇന്നലെ നമ്മൾ ഒറിജിൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഒരു ഒറിജിൻ മാത്രമാണ് പറഞ്ഞുള്ളത്, ബാക്കിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ലാംഗ്വേജ് എവിടെയാണ് ഒറിജിൻ എന്നുള്ളത് കുറച്ച് അസംഷൻസ് ആട്ടോ, അപോഹങ്ങൾ എന്നൊക്കെ പറയും, അങ്ങനെയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒറിജിൻ ആയിരുന്നു നമ്മൾ ഇന്നലെ നോക്കിയത്. അതായത് ഡിവൈൻ ഗിഫ്റ്റ് അല്ലെ ഡിവൈൻ സോഴ്സ്, ഗോഡ് തരുന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കാണുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒറിജിൻ മുതലാണ് എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഒറിജിൻ ആയിട്ട് പറയുന്നത് നാച്ചുറൽ സൗണ്ട് സോഴ്സ് ആണ്. നാച്ചുറൽ സൗണ്ട് സോഴ്സ്, എ ഡിഫറെന്റ് വ്യൂ ഓഫ് ദ ബിഗിനിങ് ഓഫ് ലാംഗ്വേജ്. അതായത് നാച്ചുറൽ സൗണ്ട് സോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നേച്ചറിലുള്ള സൗണ്ട് ആളുകൾ അനുകരിക്കുമ്പോൾ ഒരു പക്ഷി പാറുന്ന സൗണ്ട്, കുക്കു, കൗക്കൗ, അങ്ങനെ കേൾക്കുന്ന സൗണ്ടുകൾ അനുകരിച്ച് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആയതെന്നാണ് ഒരു കൂട്ടം വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. അതിനെയാണ് നാച്ചുറൽ സൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. A different view of the beginning of language is based on the concept of natural sound, nature എന്നുള്ള sound. The basic idea is that primitive words could have been imitation of natural sound which early men and women heard around them. Early men ഉം women ഉം ചുറ്റുമുള്ളത് കേട്ടിട്ടുള്ള നാച്ചുറൽ സൗണ്ട് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് പ്രിമൈറ്റീവ് വേർഡ്സ് ഒക്കെ വന്നത്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ വന്ന് നേച്ചറിലുള്ള സൗണ്ടുകൾ കേട്ടിട്ടായിരിക്കാം. When an object flew making a cocoa sound, ഒരു ഒബ്ജക്റ്റ് ഫ്ലൂ ചെയ്യുമ്പോൾ പറക്കുമ്പോൾ കോക്കോ സൗണ്ട്, the early human tried to imitate the sound and use it to refer the existing association with the sound. ആദ്യം മനുഷ്യർ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, അത് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഏത് നമ്മുടെ നാച്ചുറൽ സൗണ്ട് സോഴ്സ്. And when another flying creature made cuckoo sound, the natural sound was adopted to refer to that kind of object. കണ്ടോ, ആ ഒരു പാറുന്ന സാധനം, ഒരു സാധനം പാറുമ്പോ കൗക്കോ എന്നുള്ള സൗണ്ട് വന്നു, അപ്പൊ അതിനെ കൗക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. വേറെ ഒന്ന് പാറുമ്പോൾ കുക്കു എന്നുള്ള സൗണ്ട്, അപ്പൊ അതിനെ കുക്കു എന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെയാണ് ഭാഷ ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത്. The fact that all modern languages have some words with the pronunciation that seem to echo naturally occurring the sounds could be used to support this theory. എല്ലാ മോഡേൺ ലാംഗ്വേജിലും ഈ ഒരു തിയറിനെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ മലയാളത്തിലുണ്ട് കാക്ക. കാക്കാതെ സൗണ്ട് ഉണ്ടാക്കുന്ന സംസ്ഥാനത്തിൽ നമ്മൾ കാക്കാന്ന് വിളിച്ചു. ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതായത് എല്ലാ മോഡേൺ ലാംഗ്വേജുകളിലും സം വേർഡ്സ് ഉണ്ട്, അതുണ്ടാക്കുന്ന സൗണ്ടിനനുസരിച്ച് നമ്മൾ അതിനെ പേര് ചൊല്ലി വിളിച്ചത്. In English, for instance, we have splash, വെള്ളം വീഴുന്ന സ്പ്ലാഷ് എന്നുള്ള സൗണ്ട്, ബാങ്, ബൂം, റാറ്റിൽ, ബസ്, ഹിസ്, പാമ്പു, ഹിസ്, സ്ക്രീച്ച്, ആൻഡ് for such as bow bow, നായുടെ. In fact, this view has been proposed by Muller and is called bow wow theory എന്നാണ് ഈ ഒരു തിയറിനെ പറയുന്നത്. bow wow theory also refers as onomatopoetic or echoic theory എന്നുള്ള പേരുകളുമുണ്ട്. The theory suggests that the first words were imitative of natural sound. അതായത് ആദ്യ മനുഷ്യന്റെ ഫസ്റ്റ് വേർഡ് നാച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ്. The cry of birds, the call of animals, etc. Although Muller rejected this theory, it is true that virtually every language has some percentage of onomatopoetic words in its vocabulary. Muller ഈ onomatopoetic theory തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഈ vocabulary. This phenomena is called onomatopoeic and it is imitating natural sounds to form words. An argument against this has been that we hear and imitate the sound of nature within the limitation of our first language. അതായത് ഒരു ആർഗ്യുമെന്റ് ഇതിന് എതിരായിട്ട് വരുന്നത്, ഈ ഒരു സൗണ്ട് വെച്ചിട്ട് മാത്രം സംസാരം വരാൻ പറ്റുമോ, ലിമിറ്റേഷൻ, ഈ സൗണ്ട് മാത്രം കാക്ക കൂക്കു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഉണ്ടാവോ എന്നുള്ളൊരു ലിമിറ്റേഷൻ പറയുന്നത്. The popular example of this cultural influence, the roosters crowing in English, the cock-a-doodle-doo, cock-a-co, and the French coquio in Russian, kukiku in German, kikiki, etc. പലതിൽ പലതായിട്ടുള്ള സൗണ്ടുകളായിട്ട്. ഓക്കെ, അവിടെ പോപ്പുലർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ കൊക്കരക്കോ, അല്ലെ മലയാളത്തിൽ കൊക്കരക്കോക്കോ, ഇവിടെ ഇംഗ്ലീഷിൽ കോക്കഡൂഡിൽ എന്നാണ് ഒരു സൗണ്ട്, ഫ്രഞ്ചിലാണെങ്കിൽ കൊക്കിരിക്കോ എന്നാണ്, റഷ്യയിലാണെങ്കിൽ കുക്കിരിക്കു എന്നാണ്, ജർമ്മനിലാണെങ്കിൽ കിക്കിരിക്കി എന്ന്, പലതിലും പലത്. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ഉത്ഭവിച്ചത് നേച്ചറിന്റെ സൗണ്ട് നമ്മൾ അനുകരിച്ചിട്ടാണ് എന്നാണ് നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറിയിൽ പറയുന്നത്. ഇത് മുള്ളറാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ കൂക്കു, ഒരു സാധനം പറഞ്ഞു, അത് കോക്കോ എന്നുള്ള സൗണ്ട് ആകുമ്പോൾ അതിനെ കോക്കോ എന്ന് മനുഷ്യൻ വിളിച്ചു. ഒരു കൂക്കു എന്ന് പറഞ്ഞ സാധനം വന്നപ്പോൾ അതിനെ കൂക്കു എന്ന് വിളിച്ചു.
അവിടെ എല്ലാ മോഡേൺ ലാംഗ്വേജിലും ഇങ്ങനെ സൗണ്ട് അതുണ്ടാക്കുന്ന സൗണ്ട് വെച്ച് നമ്മൾ വേർഡ്സ് കൊടുത്തതിന് തെളിവുകൾ ഉണ്ട്. മുള്ളറാണ് ഇത് പ്രപ്പോസ് ചെയ്ത്, പുള്ളിക്കാരൻ ഇതിന് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ആ തള്ളിക്കളയാനുള്ള ഒരു കാരണമായിട്ട് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞത് ഈ ഒരു സൗണ്ട് വെച്ച് മാത്രം ലാംഗ്വേജ് ഉണ്ടാവില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ആണ് പറയുന്നത്. അങ്ങനെ നേച്ചറിന്റെ സൗണ്ട് അനുകരിച്ചാണ് മനുഷ്യന് ഭാഷ ലഭിച്ചത് എന്ന് പറയുന്ന തിയറി ആണ്, അല്ലെങ്കിൽ ഒരു വ്യൂ ആണ് നാച്ചുറൽ സൗണ്ട് സോഴ്സ്. ഓക്കെ ആണോ? ഇനി മൂന്നാമതാണ് സോഷ്യൽ ഇന്ററാക്ഷൻ സോഴ്സ്. അതായത് മനുഷ്യന് സോഷ്യലി ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ അവന് എഫേർട്ട് എടുത്തു. അപ്പൊ എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ആയാലും ഒരാളെ കാണാൻ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പൊ എന്നൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നാണ്. ഇന്ററാക്ഷന് വേണ്ടി അവൻ തന്നെത്താനെ എഫേർട്ട് എടുത്തു, അങ്ങനെയാണ് ലാംഗ്വേജ് വന്നത് എന്നാണ് സോഷ്യൽ ഇന്ററാക്ഷൻ സോഴ്സിൽ പറയുന്നത്. Another theory involving natural sound has been called yo-he-ho theory. The idea is that sound of a person involved in physical effort could be the source of our language, especially when the physical effort involves several people and the interaction had to be coordinated. Sound of a person involved the physical effort eduthu. It could be source of our language. Nammal angotu kodu interact cheyan physical effort eduthu, especially when the physical effort involves several people and the interaction had to be coordinated. Ee several people onnu interaction coordinate appo oral vaadu vilkka ko 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 oral kiki nakkanengil ellarkum koodi മനസ്സിലാവേണ്ടി ഒരു രീതിയിലാക്കി മാറ്റിയിട്ടുണ്ടാവാം. പലരും പല സൗണ്ട് ഉണ്ടാക്കി വല്ല ഇങ്ങോട്ട് വരാൻ കാക്ക അങ്ങോട്ട് പോകാൻ കുക്കു എന്നൊക്കെ ആക്കിയിട്ടുണ്ടാവാം. എഫേർട്ട് എടുത്തിട്ട് ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ടാണ് വന്നത് ഇന്ററാക്ട് ചെയ്യാൻ. So a group of early humans might have been developed a set of hums, grunts, groans and curses that were used when they were lifting and carrying large bit of trees, etc. അവര് ഫിസിക്കൽ എഫേർട്ട് എടുക്കുമ്പോൾ ഒരു ട്രീ ഒക്കെ പൊന്തിക്കുമ്പോഴൊക്കെ അവര് ഹംസ്, ഗ്രൺസ്, ഗ്രോൺസ്, മുരൾച്ചയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അതിലൂടെ ഭാഷ ഡെവലപ്പായി വന്നിരിക്കാം. The appeal of these theories places that development of human language in the social context ലാണ് പറയുന്നത്. അതായത് മനുഷ്യൻ സാമൂഹികപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ ഫിസിക്കൽ എഫേർട്ട് വഴിയാണ് ഭാഷ വന്നത്. Early people must have lived in groups, as living in larger groups offered better protection from the attacks. അറിയാലോ, ഏർലി പീപ്പിൾ ഒന്നിച്ച് താമസിച്ചിരിക്കാം. എത്രത്തോളം ആളുകൾ എത്രത്തോളം അറ്റാക്ക്. ഒരു പുലി വരാണ് രണ്ടാളെ കടിച്ചു തിന്നു, 10-15 ആളിനെ കല്ലെടുത്തേക്ക് എറിഞ്ഞ് ഓടിക്കാം. സോ അവര് ഗ്രൂപ്പായിട്ട് താമസിച്ചിരിക്കാം. ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ വേണ്ടേ. സോ ദേ മേ ടേക്ക് ഫിസിക്കൽ എഫോർട്ട് ആൻഡ് ഫ്രം ദാറ്റ് the language have developed. Groups for social organization and to maintain them some forms of communication is required, even if it is just groans and curses. ചിലപ്പോൾ ഒരു മുരൾച്ചയോ പോലും വേണ്ടി വരും കുറെ ആളുകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷന്. So human sounds, however they were produced, must have had been some principled use within the life and social interaction of early human groups. So അവരുണ്ടാക്കുന്ന സൗണ്ടുകളൊക്കെ ഒരു പ്രിൻസിപ്പിൾഡ് ആയിരിക്കാം, അത് സോഷ്യൽ ഇന്ററാക്ഷൻ അവരെ സഹായിച്ചിരിക്കാം. This is an important idea that relate to the use of human bodily produce sounds. ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ. ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് സൗണ്ട്സ് അവര് വിവിധ കാര്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കാം. It does not however answer our question regarding the origin of sounds produced. എവിടുന്ന് സൗണ്ട് വരുന്നു എന്നതിനൊരു ക്വസ്റ്റ്യൻ ആൻസറും തരുന്നില്ല. പക്ഷേ മനുഷ്യൻ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ജീവിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ അവർ ഓരോ സൗണ്ടും ഓരോന്നിനായിട്ട് ഉപയോഗിച്ചിരിക്കാം. അങ്ങനെയായിരിക്കാം ഭാഷ വന്നത് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ സോഴ്സ്. ഓക്കെ ആണോ? യെസ് മാം. അടുത്തതാണ് the physical adaptation source. Okay, anthropologists believe that factor that led to the development of the species Homo sapiens also led to the development of language. കണ്ടോ, ആന്ത്രപ്പോളജിസ്റ്റുകൾ കൾച്ചർ ഹ്യൂമൻ കൾച്ചറിന്റെ ആ ഒരു പഠിക്കുന്ന വിഭാഗമാണ് ആന്ത്രപ്പോളജി. അവര് ബിലീവ് ചെയ്യുന്നത് ഹോമോസാപ്പിയൻസ് എന്നുള്ള സ്പീഷീസ് ഡെവലപ്പ് ആകുമ്പോൾ അത് എന്താണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ടാവാം. The upright posture gave humans additional visual range. കാരണം ആദ്യം മനുഷ്യൻ ഇങ്ങനെ ഇല്ലേ, കുരങ്ങിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വന്നതാണ്. സോ അവന് വിഷ്വൽ റേഞ്ച് കൂടി. അവിടെ ഐ എന്തായിട്ട് മാറി? സ്റ്റീരിയോസ്കോപ്പിക് ആയിട്ട് മാറി. രണ്ട് ഭാഗത്തുനിന്ന് ഒരേ ഭാഗത്ത് സ്റ്റീരിയോസ്കോപ്പിക് ആയിട്ട് മാറി. ഹലോ, എന്തോ എന്താ എന്താ ഇമ്മ കിക്കില് പോയതാ. എന്തേ?
ഉമ്മ കുറച്ച് ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ കുഞ്ഞിനെ കൂട്ടാന്. എന്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കുഞ്ഞു വിളിച്ച കണ്ടോ. ഇപ്പൊ സെന്റൻസ് ഒക്കെ 2.5 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സാവാറായി. സെന്റൻസ് ഒക്കെ കൂട്ടി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതാണൊന്ന് ലൗഡ് സ്പീക്കർ ഇട്ടത്. ആദ്യം ഓരോ വാക്കുകളൊക്കെ ഇപ്പൊ ഉമ്മ ക്ലിനിക്കിൽ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പഠിക്കാനുണ്ട് കേട്ടോ, ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ആയി വന്നു. അപ്പൊ പറഞ്ഞു വന്നത് മനുഷ്യൻ ഹോമോസാപ്പിയൻസ് ആയപ്പം അവന് കുറച്ചുകൂടി ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ ആ കുരങ്ങളിൽ നിന്നുള്ള ഒരു ഇവല്യൂഷൻ അറിയാലോ. അപ്പൊ കുറച്ചുകൂടി വിഷൻ ഇംപ്രൂവ് ആയി. ഹ്യൂമൻ ടീത്ത്സ്, ലിപ്പ്, മൗത്ത്, ലാരിങ്സ്, ഫാരിങ്സ് ആസ് കമ്പയർഡ് ടു അതർ പ്രിമിറ്റീവ് ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. അപ്പൊ മനുഷ്യരായി മാറിയപ്പം അവന്റെ പല്ല്, ചുണ്ട്, വായ, ലാരിങ്സ്, ഫാരിങ്സ് ഒക്കെ എന്തായി മറ്റ് പ്രിമേറ്റ്സിനെക്കാൾ നമ്മൾ പരിണാമപ്പെട്ട് വന്നതിനേക്കാളും എന്തായി വ്യത്യസ്തമായി. അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിലായി. The cerebral cortex, virtually non-existent in the lower creatures, developed tremendously in evolving humans. Cerebral cortex മറ്റ് ക്രീച്ചേഴ്സിൽ ഇല്ല. സെറിബ്രൽ കോർട്ടക്സും എന്തായി വികസിച്ചു. അതും ഭാഷയിലേക്കുള്ളൊരു എന്തായി ഇവോൾവിംഗ് ഹ്യൂമൻ ഭാഷയിലേക്കുള്ളൊരു കാരണമായി. ഇറ്റ് വാസ് വിത്ത് ദ മേജർ ഡെവലപ്മെന്റ് ദാറ്റ് ഹ്യൂമൻ ബീങ് ഗ്രാജുവേറ്റഡ് ടു റീസണിംഗ് പവർ ആൻഡ് ബിഗിൻ ടു സ്പീക്ക്. കണ്ടോ, മേജർ ഡെവലപ്മെന്റ് ഹ്യൂമൻ ബീങ് ഗ്രാജുവേറ്റ് ചെയ്തത് ഇവിടെ പവർ ടു ബിഗിൻ ടു സ്പീക്ക്. അപ്പൊ ഈ ഹോമോസാപ്പിയൻസ്, ആ ഹോമോസാപ്പിയൻസിലേക്കുള്ള ഒരു പരിണാമം കാണിച്ചു തരാം. കണ്ടോ, ഹോമോസാപ്പിയൻസ് ആവുമ്പോ കണ്ടോ കുരങ്ങനിൽ നിന്ന് കണ്ടോ. ഓരോ ഘട്ടമാകുമ്പോഴേക്കും അവന് കുറച്ചുകൂടി വിഷൻ കൂടി. അവന്റെ പല്ലും ചുണ്ടും വായും ഒക്കെ എന്തായി, മോഡേൺ മാൻ ആകുമ്പത്തി കണ്ടോ വായൊക്കെ എന്തായി കുറച്ചുകൂടി ഡെവലപ്പായി. അപ്പൊ അവൻ എന്താക്കാൻ പറ്റി, ലാരിങ്സും ഫാരിങ്സും ഒക്കെ വന്നപ്പം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. അവിടെ അവന് ഐ കുറച്ചുകൂടി സ്റ്റീരിയോസ്കോപ്പിക് ആയിട്ട് മാറി. ഈ വിഷൻ ഇംപ്രൂവ് ആയി. ടീത്ത്, ലിപ്പ്, മൗത്ത്, ലാരിങ്സ് ഒക്കെ മറ്റ് പ്രിമേറ്റ്സ് കണ്ടോ. ഈ ഒരു പ്രിമേറ്റ്സിനെക്കാടി ബാക്കിയൊക്കെ പ്രിമേറ്റ്സ് ആണ്, ഇതിനെക്കാടൊക്കെ ഇംപ്രൂവ് ആയിട്ട് മാറി. സോ അവിടെ എന്തായി, സെറിബ്രൽ കോർട്ടക്സും കൂടി വന്നു. അവിടെയാണ് പവർ ആൻഡ് ബിഗാൻ ടു സ്പീക്ക്. റീസണിങ് പവറും ബിഗാൻ ടു സ്പീക്കും വന്നത്. ഏത്, നമ്മുടെ സെറിബ്രൽ കോർട്ടക്സ് എക്സിസ്റ്റ് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു, റീസണിങ് പവർ ആൻഡ് ബിഗാൻ ടു സ്പീക്ക്. അപ്പൊ ആ എവല്യൂഷൻ ഹോമോസാപ്പിയൻസ് ആയപ്പോ അത് ലീഡ് ചെയ്തു ലാംഗ്വേജിലേക്ക് എന്നാണ് ഫിസിക്കൽ അഡാപ്ഷൻ സോഴ്സ് പറഞ്ഞത്. ഓക്കെ ആണോ? യെസ് മാം. ഇനി 5ാമത്തെ തിയറിയാണ് ടൂൾ മേക്കിംഗ് സോഴ്സ്. In the physical adaptation theory, one function that is producing speech sound must have been superimposed on existing anatomical features, teeth, lips, previously used for other purposes, chewing, sucking. Physical adaptation theory, one function that is producing speech sound must have been superimposed. അതായത് ആദ്യം പല്ലും ചുണ്ടൊക്കെ ഭക്ഷണം കഴിക്കാനാണ്, പിന്നെ അത് വേറെ സംസാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കാം. A similar development is believed to have taken place with the human hands, and some believe that mutual gestures may have been a precursor of language. Mutual gestures എനിക്കല്ല, അതും ലാംഗ്വേജിലേക്ക് എത്തിച്ചിരിക്കാം. By about 2 million years ago, 2 million വർഷങ്ങൾക്ക് മുന്നേ, there is evidence that humans have developed preferential right-handedness and have become more capable of making stone tools. Right hand ആണ് അവര് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി 2 million വർഷം മുന്നേ. Okay, tools ഉണ്ടാക്കാൻ. Wood tools and composite tools eventually follow. Tool making or the outcome of manipulating objects and changing them using hands is evident to brain work. കണ്ടോ, ടൂൾ ഉണ്ടാക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ ബ്രെയിനിന്റെ വർക്കിന്റെ ഭാഗമാണ്. The human brain is not only large related to humans or size, it is also lateralized, that is has specialized function in each of hemisphere. നമുക്കറിയാലോ, മനുഷ്യന്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് 2 ഹെമിസ്ഫിയർ ആയിട്ടാണ്. റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും രണ്ടിനും രണ്ടതിനായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. Those functions which control motor movements involved in complex vocalization, speaking, and object manipulation, making or using tools are very close to each other in left hemisphere of the brain. നമുക്ക് മനസ്സിലാവും.
ടൂൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ, നമുക്കറിയാലോ, നമ്മൾ ബയോസൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ഓരോ ബ്രെയിൻ ഏരിയക്കും ഓരോരോ ഫങ്ഷൻസ് ആണ്. സോ ടൂൾ ഉണ്ടാക്കുന്ന ബ്രെയിൻ്റെ ഏരിയയും അതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ഏരിയ, അതായത് വോക്കലൈസേഷൻ ഏരിയ ഒക്കെ അടുത്തടുത്താണ്. എവിടെ? ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ്. ഇറ്റ് മേ ബി ദാറ്റ് ദെയർ വാസ് എൻ എവല്യൂഷണറി കണക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് യൂസിങ് ആൻഡ് ടൂൾ യൂസിങ്. അപ്പൊ അതുകൊണ്ട് എവല്യൂഷണറി കണക്ഷൻ, ടൂൾ ഉപയോഗിക്കാൻ വർക്കായപ്പോ തൊട്ടടുത്തുള്ള എന്താണ്, വാഴ നനയുമ്പോൾ ചീര നനയുമ്പോൾ ടൂൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ലാംഗ്വേജിന്റെ ഏരിയ വർക്കായി തുടങ്ങിയിരിക്കാം. It may be that there was an evolutionary connection between language using and tool using ability of human, and both were involved in the development of speaking brain. അത് രണ്ടും സ്പീക്കിംഗ് ബ്രെയിൻ്റെ ഡെവലപ്മെന്റിന് ഇൻവോൾവ് ആയിരിക്കാം. അതായത് ആദിമ മനുഷ്യന് ഫിസിക്കൽ അഡാപ്ഷൻ തിയറി എങ്കിൽ പറയുന്നുണ്ട് ലിപ്സും ടീത്തൊക്കെ അത് എന്താണ് ടൂയിങ് സക്കിങ്ങിന് മാത്രമാണ്. പിന്നെ അവർ വേറെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ മെയിൻ ആയിട്ട് ടൂൾ മേക്കിംഗ് ആണ്. 20 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വേട്ടയാടാനും അഗ്രികൾച്ചറിനും ഒക്കെ ആയിട്ട്. അപ്പൊ ബ്രെയിൻ്റെ എന്താണ് ഏരിയാസ്, ടൂൾ ഉണ്ടാക്കുന്ന ഏരിയയും അതുപോലെ തന്നെ ഈ സംസാരിക്കുന്ന ഏരിയയും അടുത്തടുത്താണ്. അപ്പൊ ടൂൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ആ മറ്റേതും ഫങ്ഷണൽ ആയിട്ടുണ്ടാവും. സോ രണ്ടിനും കണക്ഷൻ ഉണ്ട്. അങ്ങനെയായിരിക്കാം മനുഷ്യൻ ഭാഷയിലേക്ക് എത്തിപ്പെട്ടത് എന്നൊരു തിയറിയാണ് ദ ടൂൾ മേക്കിംഗ് സോഴ്സിലൂടെ പറയുന്നത്. ഓക്കെ ആണോ? ആറാമത്തതാണ് ജനറ്റിക് സോഴ്സ്. ഓക്കെ മാമിന്റെ കുഞ്ഞ്, ചായ കുടിച്ചോ കുഞ്ഞ്? ഓക്കെ, ഇനി ആറാമത്തതാണ് ജനറ്റിക് സോഴ്സ്. The human baby is in its first few years shows a number of physical changes. അല്ലെ, ജനിച്ച പാടുള്ള കുഞ്ഞിന്റെ വളർച്ച നോക്കി എന്ത് രസാല്ലേ കാണാന്. ഒരു ദിവസം പ്രായവിന 40 ദിവസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോൾ എന്തോരം ചേഞ്ചസ് ഫിസിക്കലി ട്ടോ. In a relative short period of time, the larynx descends and brain develops. The child assume an upright posture and start walking and talking. അല്ലെ, റിലേറ്റീവ് ഷോർട്ട് പീരീഡ് ലാരിങ്സ് ഡിസെൻഡ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാദ്യം കമഴ്ന്ന് കിടക്കുന്നു, തല പൊന്തിക്കുന്നു, ഇരിക്കാൻ ശ്രമിക്കുന്നു, നിൽക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നു. അല്ലെ, the almost automatic set of development and the complexity of the young child's language have led some scholars to look for something more powerful than small physical adaptation on the species over time of the course of language. ഈ ഒരു ഓട്ടോമാറ്റിക് സെറ്റ്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. And the complexity young child's language, പെട്ടെന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. കുഞ്ഞ് ഇപ്പം സെന്റൻസ് ഒക്കെ നന്നായിട്ട് പറയും, ചേർത്തിട്ടാ പറയാം. ഫുൾ സെന്റൻസ് ഹി യൂസ് ടു ടോക്ക് ആൻഡ് കളേഴ്സ് ഒക്കെ പറയും, ഒക്കെ പറയാനൊക്കെ തുടങ്ങി. ഫുൾ സെന്റൻസ് ഒക്കെ പറയാൻ തുടങ്ങി. അവിടെ വെറും എന്താ പറയാ സ്മോൾ ഫിസിക്കൽ അഡാപ്ഷൻ അല്ല, എന്തോ സംതിങ് മോർ പവർഫുൾ ഉണ്ടെന്ന് റിസർച്ചേഴ്സ് വിശ്വസിക്കാൻ തുടങ്ങി. ഇറ്റ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ദാറ്റ് ഹ്യൂമൻ ഓഫ്സ്പ്രിങ്സ് ആർ ബോൺ വിത്ത് എ സ്പെഷ്യൽ കപ്പാസിറ്റി ഫോർ ലാംഗ്വേജ്. മനുഷ്യന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് ലാംഗ്വേജിന്റെ കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഇസ് ഇന്നേറ്റ്, നോ അതർ ക്രീച്ചേഴ്സ് സീം ടു ഹാവ്. ഇന്നേറ്റ് ആണ്, ഉള്ളിൽ തന്നെയുള്ളതാണ്. വേറൊരു ക്രീച്ചേഴ്സ്, നമ്മളിപ്പോ പട്ടീനെ പ്രസവിച്ച് മുതൽ വളർത്തുന്നത് നമ്മൾ കൂടെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നത് അത് കേൾക്കുന്നത്, അത് സംസാരിക്കുന്നുണ്ടോ? ഈവൻ തത്ത മാത്രക്കാനാണ് ഒന്ന് സംസാരം. നമ്മൾ പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യാം. ബാക്കി ഒരു മൃഗങ്ങളും നമ്മൾ എത്ര സംസാരിച്ചാലും തിരിച്ച് സംസാരിക്കുന്നില്ല. And is it tied to any specific language? This puzzle of origin of human language, this innateness hypothesis would seem to point out to something in human genetics, possibly a crucial mutation as a source. ഈ ഒരു puzzle of human language ഒറിജിനിലാണ് പറയുന്നത്. ഒരു ഊഹാണ്, ഒരു ജനറ്റിക്സിലൂടെ ആയിരിക്കാം. നമുക്ക് ജനിക്കുമ്പോ തന്നെ ഉള്ളിലുണ്ട്, ഇന്നേറ്റ് ആയിട്ടുണ്ട് ഭാഷ പഠിക്കാനുള്ള ത്വര അല്ലെ. ജനിച്ചു വീഴുന്ന കുട്ടിക്കൊന്നും അല്ല, പക്ഷെ കുറച്ചായി അത് സംസാരിക്കുന്നത്. അതേപോലെ ജനിച്ചു വീഴുന്നതാണ് ഒരു പട്ടിക്കുട്ടി നമ്മളെ വീട്ടില്. നമ്മൾ അതിനെ കൂടെ വളർത്തിയിട്ട് അത് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. The investigation of the origin of language then turns into search for special language gene. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ പ്രോസസ്സിലെ ലാംഗ്വേജിനെ സഹായിക്കുന്ന ജീൻ ഏത്. അപ്പൊ ഈ ഒരു തിയറി പറയുന്നത് ജനറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആണ്, ഇന്നേറ്റ് ആയിട്ട് മനുഷ്യന് ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള, അതായത് ഹ്യൂമൻ ഓഫ്സ്പ്രിങ്സിന് സ്പെഷ്യൽ കപ്പാസിറ്റിയോടെയാണ് അവൾ ജനിക്കുന്നത് ഫോർ ലാംഗ്വേജ്. ഇങ്ങനെ 6 ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ് പറയുന്നത്. അപ്പൊ ഒറിജിൻ ഓഫ് ലാംഗ്വേജിൽ ഫസ്റ്റ് വന്ന എന്താണ്? ഡിവൈൻ സോഴ്സ്, ദൈവത്തിന്റെ വരദാനം, അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ ആയിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് നേച്ചറിലുള്ള സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കാം ലാംഗ്വേജ് വന്നതെന്നാണ്. മൂന്നാമത് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. മനുഷ്യർ കൂട്ടുകൂടി ജീവിക്കുന്നതാണെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അവൻ അതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ്
ഫോഴ്സ്ഫുൾ, അതായത് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഫിസിക്കൽ അഡാപ്ഷൻ സോഴ്സ് ആണ്. അതായത് സെറിബ്രൽ കോർട്ടക്സ് മനുഷ്യൻ, അതായത് ആന്ത്രോപോളജിസ്റ്റുകളായി ഹോമോസാപ്പിയൻസ് ആയപ്പം മനുഷ്യൻ എന്നുള്ളതിലേക്ക് എത്തിയപ്പം അത് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്തിരിക്കാം എന്നാണ്. പിന്നെ ടൂൾ മേക്കിംഗ് സോഴ്സ് പറഞ്ഞത്, ടൂൾ മേക്കിങ്ങും ലാംഗ്വേജിൻ്റെതും നമ്മളെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ഒരേ സ്ഥലത്താണ്. അപ്പൊ ടൂൾ മേക്കാൻ തുടങ്ങുമ്പോൾ മറ്റേതും ഫംഗ്ഷനിങ് ആയിട്ടുണ്ടാവാം. ആറാമത്തത് മനുഷ്യന്റെ ഓഫ്സ്പ്രിങ്ങിന് ഒരു സ്പെഷ്യൽ കപ്പാസിറ്റി ആയോടാണ് ജനിക്കുന്നത് ലാംഗ്വേജ്. ഇങ്ങനെ 6 സോഴ്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതാണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. എന്തൊക്കെയാണ് ലാംഗ്വേജിന്റെ ഫങ്ഷൻസ്? Language is a complex phenomena with multiple functions. Various linguistics have tried to understand and elucidate the function of language. Language ഒരു കോംപ്ലക്സ് ഫിനോമിന ആണ്. മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ഉണ്ട്. ഒരുപാട് ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്നവരാണ് ലിംഗ്വിസ്റ്റിക്സ്. have tried to understand and elucidate the function of language. ലിംഗ്വിസ്റ്റുകൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റോമൻ ജക്കോബ്സൺ defined 6 primary functions of language, according to which an effective act of verbal communication can be described. ഒരു സെക്കൻഡ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാട്ടെ, തീരാറായല്ലോ. അപ്പൊ റോമൻ ജാക്കബ്സൺ 6 പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. വിച്ച് എഫക്റ്റീവ് ആക്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്. റോമൻ ജാക്കബ്സന്റെ പ്രകാരം 6 പ്രൈമറി ഫങ്ഷൻസ് ആണ് ലാംഗ്വേജിന് ഉള്ളത്. നോക്കാം ഏതൊക്കെയാണ് റോമൻ ജാക്കബ്സൺ. ഓ 6 ഏതൊക്കെയാ നോക്കാട്ടോ. ഫസ്റ്റ് വൺ ആണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ. എന്താണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ? This function is primarily used to convey information, which was one of the primary reasons that language was discovered. Referential, അതായത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഒബ്ജക്റ്റ് ഇതൊരു കുപ്പിയാണ്, ഇതൊരു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ ക്ലാസ് ആണ്, അങ്ങനെ റെഫർ ചെയ്യാം, അതായത് ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ, ഒബ്ജക്ട്സ് ആൻഡ് ഈവൻ മെന്റൽ സ്റ്റേറ്റ്സ്. എനിക്കിപ്പോ ദേഷ്യമാണ്, സങ്കടമാണ്, ഇങ്ങനെയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫംഗ്ഷൻ റെഫറൻഷ്യൽ ഫംഗ്ഷൻ. ഇനി എക്സ്പ്രസീവ് ഫംഗ്ഷൻ, എക്സ്പ്രസ് ചെയ്യാൻ, സങ്കടമൊക്കെ വന്നു കരഞ്ഞ് പറ, എക്സ്പ്രസ് ചെയ്യാൻ, ദേഷ്യം വന്നു. The function reports feeling or attitude of the speaker or writer, and it also meant to evoke feeling in the listener reader. പറയുന്ന ആളത് ഫീലോടെ പറയാം, മറ്റേ ആൾക്കത് ഫീലിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാംഗ്വേജിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓൾസോ ഹാപ്പൻ വെൻ വി ആർ അലോൺ. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കരഞ്ഞ് കുറച്ച് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത് എന്നുള്ള രീതിയിൽ. ഈ മൂന്നാമത്തതാണ് ദ ഡയറക്റ്റീവ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ എൻഗേജ് ദ അഡ്രസ്സസ് ഡയറക്ട്ലി ആൻഡ് ഇസ് യൂഷ്വലി യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കോസിംഗ് ഓർ പ്രിവെന്റിംഗ് ആൻ ആക്ഷൻ. ഡയറക്റ്റീവ്, അപ്പൊ അതിലടക്കി അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ, ഡയറക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പോയി ഇങ്ങോട്ട് തിരിഞ്ഞ്, ഡയറക്റ്റീവ് ഫംഗ്ഷൻ. It is therefore found in commands and requests and requires the use of vocatives and imperatives. Come here at once, please shut the window. Directive, direction, action, direction കൊടുക്കാൻ, റിക്വസ്റ്റ് ചെയ്യാൻ. ഇനി the factic function. This involves language for sake of social interaction. Social നമുക്ക് interact ചെയ്യാം. This function can be outside greeting. Hello, namaskaram, assalamu alaikum. Okay. Hi, how are you? And casual discussion about the weather. It is so hot. ഇതിൽ ചൂടാലേ, ഇതിൽ മഴയാലേ, ഇങ്ങനെ factic function. പിന്നെ poetic function, കാവ്യാത്മകമായി എഴുതാൻ, അല്ലേ? മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ നേടും, അല്ലേ? കാവ്യാത്മകപരമായിട്ട്. The poetic function. This function focuses on the message for its own sake and is used for poetry as well as in slogans. This is aesthetic function of language. Aesthetic. ഇനി metalingual function. This function is used to talk about language itself. ലാംഗ്വേജിനെ പറ്റി സംസാരിക്കാൻ. We are doing in this way. നമ്മളത് ഈ യൂണിറ്റിൽ എന്താണ് ലാംഗ്വേജിനെ പറ്റി സംസാരിച്ചപ്പോൾ ലാംഗ്വേജിനെ പറ്റി സംസാരിക്കുക, അതാണ് metalingual function. However, it is very rare for any piece of discourse to serve only one function unless it is very specialized and restricted piece of disclosure. Most ordinary kinds of disclosure are missed. ഈ ഒരൊറ്റ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല, ഇതെല്ലാം കൂടി മിക്സഡ് ആണ് എന്നാണ് പറയുന്നത്. 6 ഫംഗ്ഷൻ ആണ്. ഒന്ന്, ഒരു വസ്തുവിനെയോ ഒരു സിറ്റുവേഷനെയോ ഒരു മെന്റൽ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അതാണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ. ഇനി ഫീലിംഗ്സ് ഓർ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം, അത് എക്സ്പ്രസീവ് ഫംഗ്ഷൻ. ഡയറക്റ്റ് ചെയ്യാം, ഒന്ന് കമാൻഡ് ചെയ്യാനോ റിക്വസ്റ്റ് ചെയ്യാം. നാലാമത്തെ ഫാക്റ്റിക്, സോഷ്യൽ ഇന്ററാക്ഷൻ, നമുക്ക് ഗ്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാഷ്വൽ ഡിസ്കഷൻ. അഞ്ചാമത്തത് പോയറ്റിക്,
കാവ്യാത്മകരമായിട്ട് ഐസ്തെറ്റിക് ഫംഗ്ഷൻ ആണ്. മെറ്റാലിംഗൽ ലാംഗ്വേജിനെ പറ്റി തന്നെ സംസാരിക്കും. ഓക്കെ ആണോ? അപ്പം യൂണിറ്റ് 1 ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും എന്താണ് ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ലാംഗ്വേജിന്റെ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഒരു ഡെഫിനിഷൻ വൃത്തിക്ക് 1 or 2 ഡെഫിനിഷൻസ്, പിന്നെ 6 ഒറിജിൻ പഠിച്ചു, പിന്നെ ഫങ്ഷൻസ്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാട്ടോ ഞാൻ നോക്കുന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കാം. ഇത് ഷാമില എനിക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. താങ്ക് യു ഷാമില. അപ്പൊ 2022 100 മാർക്കിനാട്ടോ. 2022 ഡിസംബറിലുള്ളതാണ് ഒന്ന് കേട്ടോ. ഇലാബറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് 10 മാർക്കിന് ചോദിച്ചിരിക്കുകയാണ്. ഇലാബറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. അപ്പൊ 10 മാർക്കിന് ഫങ്ഷൻസ് എഴുതുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു 6 ഫങ്ഷൻസ് പറഞ്ഞു. അത് മാത്രം പോരാ, ലാംഗ്വേജ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഹാഫ് എ പാരഗ്രാഫ് എന്ത് വേണം, ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് വേണം നമ്മള്. അതായത് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഡെഫിനിഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ 2-3 പോയിന്റ്സ്, പിന്നെ ഡെഫിനിഷൻ വൃത്തിക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ട് വേണം ഫംഗ്ഷൻസിന്റെ. പിന്നെ ഫംഗ്ഷൻസിന്റെ ഇൻട്രൊഡക്ഷനും വരുന്നുണ്ട് കേട്ടോ. അതും എഴുതിയിട്ട് വേണം ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഈ ഇൻട്രൊഡക്ഷനും കൂടി കൊടുത്തിട്ട് വേണം ഈ 6 ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് അതിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതല്ല കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ ആ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് മാത്രമേ കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പൊ ഡെഫിനിഷനും ഇൻട്രൊഡക്ഷനും എന്തായാലും പഠിച്ചോളൂ. പിന്നെ വരുന്നത് ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പം ആളുടെ പേരും നമ്മുടെ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നും അവരുടെ പേരും അതുപോലെ ആ വർഷവും ഒക്കെ പഠിക്കുന്നത് വളരെ ഇവിടെ വർഷമില്ല, റോമൻ ജാക്കബ്സ് കൊണ്ടാണ് മാറുന്നത്. ഇത്ര കണ്ടിട്ട് കേട്ടോ, ഇത് ഒത്തിരി ഉണ്ടാവും. എഴുതി വരുമ്പം അത് ഒത്തിരി ഉണ്ടാവും കേട്ടോ. നമുക്കൊരു 3 to 4 സൈഡാ മാക്സിമം കേട്ടോ. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റിനായിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പൊ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. വീണ്ടും ഒരു ഫ്രീ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. Abdul Nafi signing off. Bye and take care. Thank you, ma'am. Thank you.